ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ത് ചെയ്യും. അപ്പൊ എനിക്ക് ഒരു വാലന്റൈൻ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മേനെ കൊണ്ട് അച്ഛന് ഒരു റോസ് കൊടുക്കാന്ന്. അച്ഛനെ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ഓൾറെഡി കണ്ട് ഈ സാധനം, ഞാൻ മേടിച്ചു വെച്ച ഈ പേപ്പറൊക്കെ കണ്ടു. അമ്മയ്ക്ക് എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ അച്ഛൻ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു ജൈന്റ് റോസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ബലൂൺ വീട്ടിലുണ്ടോന്ന് അറിയില്ല. ഇത് നമ്മുടെ വാവയ്ക്ക് വേണ്ടി മേടിച്ച ബലൂണാട്ടാ. അപ്പൊ ഇതാകെ നശിച്ചുപോയി. മേടിച്ച അന്ന് തന്നെ അവൻ ആകെ പറിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ കളഞ്ഞില്ല. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ റോസ് ഉണ്ടാക്കാനും ഇതിന്റെ സ്റ്റെമ്മൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇത് കവർ ചെയ്യാം. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്റ്റെമ്പും ആൻഡ് ഈ കെട്ടിവെച്ച സാധനം ഉണ്ടായാൽ മതി. ആൻഡ് ഉള്ളിൽ അവരൊരു ബലൂൺ കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് പോട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു പേപ്പർ മാത്രം മതി. ഇതിന് എന്ത് പേപ്പറാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ടെക്സ്ചേർഡ് ആണ് ഈ പേപ്പർ. ഈ പേപ്പർ തന്നെ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് സ്ട്രെച്ച് ആവും. ആ ഒരു ഷേപ്പ്, ആ പെറ്റലിന്റെ ഷേപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആയി. ആക്ച്വലി വാലന്റൈൻ ഉള്ളവർ മാത്രമൊന്നുമല്ല, നിങ്ങൾ വേണമെങ്കിൽ സിംഗിൾസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കാതെ റൂമിലൊക്കെ വെക്കാൻ ഒരു ഡെക്കോറൊക്കെ ആയിട്ട് സെൽഫ് ലവ്. ഇനിയിപ്പോൾ അങ്ങനെ പറയാം. ഞാനതൊന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ ഇതിനൊരു റൗണ്ട് പോർഷൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കാം. ഗൈസ്, ആദ്യമേ ഞാൻ പറയാം, ഈ വീഡിയോ ഇച്ചിരി മെസ്സി ആയിരിക്കും, കാരണം ഇത് തന്നെ എടുക്കണ കാരണം എനിക്ക് ക്യാമറ വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പെറ്റൽസിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യണേക്കാളും മുമ്പ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആദ്യത്തെ ബഡിന്റെ മേലെ ഒട്ടിക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാനൊരു ഫാബ്രിക് ഗ്ലൂ ആട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കീറി പൊളിച്ച് ഒരു വിധാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ ഡയറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യണേ. ബഡിന് ചുറ്റുമുള്ളത് ഇതേപോലെ ഒട്ടിക്കാട്ടോ. ഇത് ഇത്തിരി സ്ലോ പ്രോസസ്സാണ്, നല്ല ക്ഷമ വേണം. അതിന് ചുറ്റുമുള്ള സെക്കൻഡ് ലെയർ ഒട്ടിക്കുമ്പോൾ ഇതേ സൈസിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ സ്ട്രിങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ് ഞാൻ ഗ്ലൂ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചത്. ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം നേരം അത് പിടിച്ചിരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കൈമലും ഒട്ടിപ്പോട്ടോ. നമ്മൾ നേരത്തെ ഊരിയെടുത്ത വയറുണ്ടല്ലോ ബലൂൺ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നത്, അത് തന്നെയാണ് ഞാൻ ഇതിന് സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കഴിവതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ട്രിങ് നിങ്ങൾ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ആ സ്ട്രിങ് പോർഷൻ വരുന്ന ഭാഗം പുറത്തോട്ടാക്കിയിട്ട് വേണം, എന്നിട്ട് ബാക്കി പോർഷൻ വേണം നമ്മൾ ബലൂണിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ ഞാൻ രാത്രി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പണികളൊക്കെ രാവിലെയാണ് ഞാൻ തുടങ്ങിയത്. ഇതേപോലെ 4 ആയിട്ട് കട്ട് ചെയ്ത് ആ പെറ്റൽസ് 2 ലെയേഴ്സ് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ റോസിന്റെ ഔട്ടർ ലെയറിന് വേണ്ടിയിട്ട് ഷീറ്റ് 2 ആയിട്ട് മടക്കിയിട്ടാണ് ഞാൻ പെറ്റല് മുറിക്കുന്നത്. നമുക്കിത് ഒട്ടിച്ച് വരുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ യോഗ മാറ്റിന്റെ ഉള്ളിലേക്ക് റോസ് ഇട്ടിട്ട് ആണ് നമ്മൾ ഒട്ടിക്കുന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും താഴേന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ വയറില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് ഒരു സെറ്റ് വാങ്ങാൻ ചെയ്തത്. അതിന് 15 രൂപ ആകെ ഉള്ളൂ. അങ്ങനെ ഞാനൊരു 2 സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വയർ എന്തിനാ പെറ്റലിന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റൽസിന് ഇത്ര വലുതാവുമ്പോൾ ഷേപ്പ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതിങ്ങനെ വീണ് കൊടുക്കും. വയേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പാടാണ്. അപ്പോൾ ഒരു സൈഡ് ആദ്യം ഒട്ടിച്ചിട്ട് വേണം ഇങ്ങനെ പതുക്കെ താഴേക്കും സൈഡിലേക്കൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണ്ടിന്റെ ഭാഗം കുറച്ച് മെസ്സി ആയിരിക്കും, ആ പെറ്റൽസിന്റെ താഴെ വരുന്ന ഭാഗം. അപ്പോൾ ചെറിയൊരു പോർഷൻ വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പൊ ആ പേപ്പേഴ്സ് ഒക്കെ ഇവിടെ ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. ഇപ്പൊ അതിന്റെ താഴത്തെ പോർഷൻ ഇങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടി. ഇതൊന്ന് ജസ്റ്റ് ടേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ടേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഇതിന്റെ മുകളിൽ വേണം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മൾ ഗ്രീൻ ടേപ്പ് അതിന്റെ മേലെ ഒട്ടിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പേപ്പറിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു എന്ന് വരില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ജെയിൻ റോസിന്റെ പെറ്റൽസ് തന്നെ റെഡി ആയിട്ട് എനിക്ക് പകുതി സമാധാനമായി ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേപ്പ്. ഇതിന് വലിയ പശയൊന്നും ഉണ്ടാവില്ല, എന്നാലും സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു തിൻ ടേപ്പ് ആയിരുന്നു. നിങ്ങൾ മേടിക്കുമ്പോൾ കുറച്ചുകൂടി വീതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് 12 മണിക്കാണ്. 12 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണോണ്ട് ആകെ മെസ്സി ആയിട്ടൊക്കെയാണ് എടുത്തത്. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് അച്ഛന് കൊടുക്കണത്. ഇൻഫാക്ട് ആദ്യമായിട്ടാണ് വാലന്റൈൻസ് ഡേ തന്നെ ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. എന്തായാലും നമ്മുടെ ജൈന്റ് റോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണണ്ടേ? എനിക്ക് ഇതിന് കണ്ണെടുക്കാവുന്നല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. അതിൻ്റെ സ്റ്റെമ്മ് നിങ്ങൾ കണ്ട, സ്റ്റെമ്മ് നമ്മൾ പച്ച വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനിങ്ങനെ ലൈറ്റ് കത്തിക്കുക കേട്ടോ. ലൈറ്റ് ഇതുവരെ പോയിട്ടില്ല, ബട്ടൺ ഞാൻ കവർ ചെയ്തിട്ടില്ല. സി ഇവേ ഇത്രയും വലുത്
അതും ഒട്ടും എക്സ്പെൻസീവ് അല്ല. ക്രേപ്പ് പേപ്പറിനാണെങ്കിലും 80 റുപ്പീസാണ് വന്നിട്ടുള്ളത്. 8 പേപ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ടേപ്പ് ഓൾറെഡി എന്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാം കയ്യിലുള്ള സാധനം തന്നെ. പിന്നെ കമ്പി എക്സ്ട്രാ വാങ്ങേണ്ടി വന്നു. ഒരു കമ്പിക്ക് ഒരു സെറ്റ് കമ്പിക്ക് 15 രൂപ ഇടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനി നമുക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും